ഇങ്ങനൊരു ഐറ്റം ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. അപ്പം ഞാൻ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ മത്തി കുക്കറിലൊക്കെ കുക്ക് ചെയ്യുന്നത്. അതേ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് കുഞ്ഞൻ ചാളയാണ്. ഏകദേശം ഒരു 1/2 കിലോളം ഉണ്ട്. അത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി അരപ്പിനായിട്ട് 2 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ കുരുമുളക്, ഒരു 1/2 സ്പൂൺ പെരുംജീരകം, 4, 5 അല്ലി വെളുത്തുള്ളി, ഒരു പിടി കറിവേപ്പില, 10ഓളം കുഞ്ഞുള്ളി, പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി, 4, 5 പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് വെളിച്ചെണ്ണ, വെള്ളമൊന്നും ചേർത്തിട്ടില്ല. പിന്നെ ഒരു ചെറിയ തക്കാളിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഞാനൊരു കുക്കർ അടുപ്പിലോട്ട് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 സ്പൂണ് ഉലുവ ചേർത്ത് കൊടുക്കാം. ഇനി അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് കുഞ്ഞുള്ളി അരിഞ്ഞതും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തൊന്ന് മുരിയിച്ചെടുക്കണം. അതിന് മുൻപായിട്ട് തന്നെ ഈ കഴുകി വെച്ചിരിക്കുന്ന മീനിലേക്ക് അരപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് വിരകി യോജിപ്പിച്ച് വെക്കണം. അതിൻ്റെ എരിവും ഉപ്പൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു 10-15 മിനിറ്റ് നേരം വെച്ചിരുന്നാൽ മതിയാകും. ഇനി നമ്മൾ അതൊന്ന് ഉള്ളിലേക്ക് മുരിയിച്ചെടുത്തതിലേക്കാണ് ഞാൻ ഈ ഒരു മീൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഞാൻ കുഞ്ഞുള്ളി അരപ്പിൽ ചേർത്ത് കൊടുത്തത് കൊണ്ട് തന്നെ ചെറിയ സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. പക്ഷേ ഞാൻ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമെന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം മീൻ കറി വെക്കുന്നതിൻ്റെ ഏകദേശം ഒരു പകുതി സമയം എന്തായാലും ഇതിനെടുക്കും. പിന്നെ ലോ ഫ്ലെയിമിലാണ് കുക്ക് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ഈസി ആയിട്ട് കുക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇതൊരു നമ്മളെപ്പോഴും മുളക് കറി അല്ലെങ്കിൽ തേങ്ങ അരച്ചിട്ടുള്ള അരപ്പ് വെച്ചിട്ടായിരിക്കും മീൻ കറി വെക്കുന്നത്. അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇതൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത്രയേ ഉള്ളൂ. പിന്നെ ലോ ഫ്ലെയിമിലാണ് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഒരൊറ്റ വിസിൽ കേട്ടാൽ മതി. അപ്പോഴത്തേക്ക് സംഗതി റെഡിയാവും. ഞാൻ കുറച്ച് ഗ്രേവി വേണമെന്നുള്ളതുകൊണ്ട് പുളിവെള്ളം കുറച്ച് വെള്ളമായിട്ട് ചേർത്തതുകൊണ്ടാണ് ഇതുപോലെ ഗ്രേവി നിൽക്കുന്നത്. നിങ്ങൾക്ക് തിക്കായിട്ടുള്ള ഗ്രേവി മതി എന്നുണ്ടെങ്കിൽ പുളിവെള്ളം തിക്കായിട്ട് എടുത്താൽ മതി. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഉപ്പൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.